അപ്പൊ രാവിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജോഷിച്ച രാജിവെച്ച വിജയിച്ച പ്രിയമുള്ള സഹോദരി സഹോദരികളെ, ഏറ്റവും പ്രിയമുള്ള കൊച്ചുകുട്ടികളെ, ഇന്ന് പല ആഘോഷങ്ങൾ നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് അതിൻ്റെ കൂതാശ അല്ലെങ്കിൽ വെഞ്ചരിപ്പ് നമ്മൾ നിർവഹിക്കുകയുണ്ടായി. ഏറ്റവും സന്തോഷമുള്ള ഒരു അനുഭവമാണ്. അതിന് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ദേവാലയത്തിൻ്റെ രീതികൾ, ആരാധനയ്ക്ക് ഉപയുക്തമായ രീതികൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. നേരത്തെ ദേവാലയം അല്പ പരിമിതികളുണ്ടായിരുന്നെങ്കിലും നമ്മൾ ആ രീതിയിൽ ഉപയോഗിച്ചു വരികയായിരുന്നെങ്കിലും ഇപ്പോൾ അത് കൂടുതൽ പ്രകാശമാനമാക്കിയിരിക്കുന്നു. മഹത്വത്തിലേക്ക് കടന്നു പോകാനുള്ള അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ സമയം വരെ, അനുഭവനാശം സ്വീകരിക്കുന്ന ആ സാഹചര്യം വരെ കർത്താവിനോടൊത്ത് നമ്മൾ അവിടുത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഐക്യപ്പെടുകയും ചെയ്യുന്നു. മരണത്തിലൂടെ ദൈവത്തോട് നമ്മൾ ഒന്നായി അവിടുത്തെ സന്നിധിയിൽ ആയിത്തീരുകയും ചെയ്യുന്നു. ഇതൊരു വലിയ യാത്രയാണ്, വിശ്വാസ യാത്രയാണ്. A pilgrimage to our heavenly journey. So we are called to make this pilgrimage together with the Lord. We are never left alone. ഈ ആരാധന സമയം ഒന്നിച്ചുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ, അവിടുത്തെ തിരുവചനം ശ്രമിക്കുമ്പോൾ, അവിടുത്തെ മാംസരക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ കൂട്ടായ്മ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിന്റെ ഒരു മിനി പതിപ്പ് ഇവിടെ ആവർത്തിക്കുക. ഈ സ്വർഗീയ കൂട്ടായ്മയാണ് അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ മരണാനന്തരം അനുഭവിക്കാനായിട്ട് കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെ ഈ ലോകത്തിൽ കർത്താവിനോടൊത്ത് ജീവിക്കണമെന്ന് അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അവൾ പുരുഷന്റെ ചുവട്ടിൽ നീണ്ടുകൊണ്ട് ഈശോയുടെ ബലിയോടൊപ്പം ഇതാ ഞാൻ എൻ്റെ ആത്മാവിനെ പിതൃകരങ്ങൾ സമർപ്പിക്കുന്ന ഈശോ പറഞ്ഞുവെങ്കിൽ അതേ മനോഭാവത്തിൽ തന്നെ ഇതാ ഞാൻ എൻ്റെ മകനെ പിതാവിനെ ഏൽപ്പിക്കുന്നു എന്നുള്ള മനോഭാവത്തിൽ തന്നെ ഈശോയെ സമർപ്പിച്ചുകൊണ്ട് മാതാവും പുരുഷന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം. മറ്റൊരു മഹനീയ ഏറ്റവും അനുഗ്രഹീതവും ആഘോഷിച്ചുകൊണ്ടതുമായ തിരുക്രമമാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ആദ്യപ്രഭാത സ്വീകരണം. ഒപ്പം The celebration or solemnity of First Holy Communion as well as of Holy Chrismation or Confirmation are really great and wonderful. All the readings today we have just heard are taken from the Holy Scripture, from the New Testament, all referring to one or the other, whether to the confirmation or gift of the Holy Spirit, or regarding the institution of the Holy Eucharist, and also the invitation to understand and receive the body and blood of the Lord. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് നമ്മെ ഈശോ ഭരവിപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം ഈശോ നമ്മുടെ കുടുംബത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ ദൈവത്തിനായിട്ട് വളർത്തുക എന്നുള്ളതാണ്. ഈശോയ്ക്ക് പ്രിയമുള്ള വളർത്തുള്ള ഉത്തരവാദിത്വം. അങ്ങനെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മെ വളർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഞാനോ ഇവര് നിങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒരുപക്ഷെ നമ്മോട് പഠിത്തവോ അല്ലെങ്കിൽ മറ്റ് വളർച്ച സാംസ്കാരികമോ സാമൂഹികമായ ഉയർച്ചയോ ഇല്ലായിരുന്നിരിക്കാം. സാമ്പത്തികമായ സൗകര്യങ്ങൾ നമുക്കുള്ളതുപോലെ അന്ന് അവരുടെ കാലത്ത് ഉണ്ടായിരുന്നിരിക്കില്ല. എത്രയൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നാലും നമ്മെ നല്ലവരായി വളർത്തുന്നതിന്, ക്രൈസ്തവമായ ശിക്ഷണം നൽകി കുടുംബ അന്തരീക്ഷത്തിൽ വളർത്തുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും അവരൊക്കെ കാണിച്ചിട്ടുള്ള ത്യാഗവും തീഷ്ണതയും അർപ്പണ മനോഭാവവും എത്രത്തോളമാണെന്ന് നമ്മളെല്ലാവരും അനുഭവസ്ഥരാണ്. കൊച്ചു കുടുംബം നമുക്ക് മാതൃകയായിട്ട് ഈശോ തന്നിട്ടുണ്ട്. ഈശോയും മാതാവും യേശുപിതാവും മാതാവും ഈശോയെ കേന്ദ്രീകരിച്ച് ജീവിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലെ ജീവിതം ഈശോയെ കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് ഈശോയിലേക്ക് വളരുവാൻ, നല്ല കുടുംബമായിട്ട് വളരുവാൻ, നല്ല മക്കളെ വളർത്തിയെടുക്കുവാൻ, ഈ കുഞ്ഞുമക്കൾ നല്ലവരായി ഭാവിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാൻ, അവരെവിടെ പോയാലും നമുക്ക് ഭയമില്ലാതെ അവരെ പറഞ്ഞുവിടാൻ തക്കവണ്ണം ദൈവാത്മാവിന്റെ എരിവുള്ളവരായിട്ട് ദൈവഭയമുള്ളവരായിട്ട് വളർത്തിക്കൊണ്ട് വരുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധയുടെ സംരക്ഷണവും ഈ തിരുനാൾ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം യേശുപിതാവിന്റെ മധ്യസ്ഥ നമുക്ക് എപ്പോഴും അനുഗ്രഹമാണ്. നമ്മുടെ പിതാവായ മാർ തോമാസ്ലിഹായെ സ്നേഹിക തീഷ്ണതയും പ്രേക്ഷിത മനോഭാവം നമുക്ക് അനുകരണീയമാണ്. നമ്മുടെ വിശുദ്ധ അൽഫോൻസാമിയുടെയും ഇനി അടുത്ത കാലത്ത് നവംബർ 21 വിശുദ്ധരാകാനുള്ള ചാവറ അച്ഛൻ്റെയും അതുപോലെ എഫ്രാസമ്മയുടെയും പിന്നെ ഈ വാഴ്ത്തപ്പെട്ടവരായിട്ടുള്ള കുഞ്ഞച്ഛൻ്റെയും മറിയത്രേസ്യയുടെയും ഇനി ഒത്തിരി പേര് നമുക്ക് ദൈവദാസിദാസന്മാരുടെ ഗണങ്ങളിലുണ്ട്. അവരുടെയൊക്കെ പുണ്യമാതൃകൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Now we have the rite of confirmation with the prayers of faith for Carlos Society. Please come for the prayer of full lenient room. When Catholic Church continuing Christ's work in the world. Alicia Joseph. For our Holy Father, Pope Francis, Major Archbishop Mar George Angeri, our Bishop Mar Jacob Angadius, and for all the bishops, we pray to the Lord. Lord, hear our prayer. Wednesday prayer. The world leaders serve with humble heart and seek justice for all. We pray to the Lord. Lord, hear our prayer. And That in this nation, its people find protection in the Immaculate Heart of Mary. We pray to the Lord. Lord, hear our prayer. Christy Redwood. For victims of earthquake, flood, storm, drought, and famine, that they may find comfort and peace in the Sacred Heart of Jesus, we pray to the Lord. Lord, hear our prayer. Carol Dawson. For the unborn, the most vulnerable of all God's creatures, we pray to the Lord. Lord, hear our prayer. And even the book. That family who experience stress know the tender peace of Jesus. We pray to the Lord. Lord, hear our prayer. Reverend John. That children who live in fear, abuse, and poverty find healing and safety in the Sacred Heart of Jesus. We pray to the Lord. Lord, hear our prayer. John and Leon. That a spirit of love be ever present among members of this community. We pray to the Lord. Lord, hear our prayer. Josh Joseph. For all gathered here around Christ in this holy place, and for our loved ones who are not with us now, especially for the souls in purgatory, we pray to the Lord. Lord, hear our prayer. Joshua Gandra. For our loving parents, godparents, priests, sisters of charity, catechists, friends, and all those who have gathered here today, we pray to the Lord. Lord, hear our prayer. Justin Joseph. That the sanctity of marriage be upheld and protected in this nation and in all nations of the world. We pray to the Lord. Lord, hear our prayer. Jude Joseph. That human life be respected from birth to natural death and an end to abortion. We pray to the Lord. Lord, hear our prayer. Magna Kitchen. For all Christians who are persecuted throughout the world today, especially in Iraq and Syria, we pray to the Lord. Lord, hear our prayer. Javier George. For peace in the Middle East and end of the war in many parts of the world, we pray to the Lord. Lord, hear our prayer. Noe Panathirthil. That the Eucharistic heart of Jesus be loved and venerated throughout the world, and for all the priests and religious working to spread the word of God. We pray to the Lord. Lord, hear our prayer. Thomas. That the Lord may fill this congregation with abundant grace, and that there may be more vocation to religious life from our diocese and parish. We pray to the Lord. Lord, hear our prayer. Priya Kokar. That all may see
seek consolation and protection in the Immaculate Heart of Mary and devotion to our Blessed Mother's prayer in all the land. We pray to the Lord. Sarah John. That the same of all of our Catholic Church in the United States be a light to the various communities and its members grow in holiness and for virtue. We pray to the Lord. Let us command ourselves to the Father, and to the Son, and the Holy Spirit. Lord Almighty God, we humbly pray you. Fill these children with your Spirit. May they grow up to the plenitude of Christian life. May they be strengthened not to forget you in prosperity and to seek you out in adversity. Bless them to bear a strong witness to you in life, and then after death to find the bliss of eternal happiness, Father, Son, and the Holy Spirit, forever. My dear candidates, I have a short question to you, and the answer will be yes, I do. Okay? This is a question. Being filled with the Holy Spirit and confirmed in faith, do you desire to witness to Christ? Now, let us join together to sing the hymn to the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാഗാനം നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. ദൈവാത്മാവ് ഈ മക്കളിലും നമ്മളെല്ലാവരിലും വന്ന് നിറയുക പ്രാർത്ഥന. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. Dear brothers and sisters, the celebrant begins to sign these children with the plenitude of grace of the Holy Spirit. In preparation, he now prays for himself, staying devout and delight. Let us pray in silence. Lord Almighty God, we thank you for the infinite mercy by which you sent the Holy Spirit upon the apostles and strengthened them. You shower the church with the gift of the Holy Spirit through the imposition of hands by the apostles and their successors. Make me, O Lord, your humble servant, worthy to administer this gift to these children, Father, Son, and the Holy Spirit, forever. Amen. My dear candidates, please bow down your heads to receive the prayer of the imposition of hands. Please bow down your heads. God our Father, you have granted us through baptism, new birth, membership in the mystical body of Christ, a title to eternal life. Sign these servants with the promised Spirit and give them the spirit of filiation that they may call you Abba, Father. Empower them, being filled with the divine Spirit, through the imposition of hands, to live as brave soldiers, bearing witness to the gospel, and as loyal servants of the church. May they be filled with your Spirit's fruits of love, peace, happiness, patience, kindness, goodness, fidelity, meekness, and self-control. By your grace, may they be blessed to live a life undefiled. We offer praise, honor, and worship to you, dear beloved Son, and to the Holy Spirit, now, always, and forever. Amen. Now, I'll be seated here, and individual anointing will be done. You have to kneel down before me, and I will anoint you with the holy oil for the christening.
Paulina Tony, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit, now and forever. Angela and Efraim, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit, now and forever. And Maria, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit, now and forever. Harry Joseph, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit, now and forever. Joshua Primus, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit, now and forever. Ragnar Thatcher, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit, now and forever. Noel James, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit, now and forever. Rose Agnes, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit, now and forever. Real Oka, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit, now and forever. And please bow down your face. Lord God, may the life-giving sign and the fullness of the grace of the Holy Spirit that they have received, the new life they have begun, and the armor of justice they are wearing, shield them from the enemy's hand. May they be blessed to achieve the divine fragrance of Christ in their lives, now, always, and forever. Amen.
ബലവാന്റെ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോട് സമാനത നിർത്തന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കിദാസീരൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിമുള്ള കൃത്യമായ ആത്മാവോടും കൃത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനെതിരായി വരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായി പിതാവേ ഞങ്ങളുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ ആശ്രയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഒരു ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ും നിന്റെ നാമത്തിൻ നാദിരാജും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നു നീപ്പുഴുമെന്നിക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യോഗ്യരാകുന്നു, ഞങ്ങളുടെ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുസ്ഥിരവും പരിശുദ്ധവും ജീവനായ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ശംശഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ.
അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയവന് വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നവദനിൽ നിഷ്കളങ്കരമേ വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും വന്ന് ചേർന്ന് നീ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. For yours is the kingdom, the power, and the glory, forever and ever. Amen. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. Worship His holy name.
പരിപാലിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ തന്നെ പറയുന്നു. കാരണവാനായ ഈശോയെ, ദൈവതയുടെ സഹായപത്രനായി നിയമിതനായിരിക്കുന്ന മാർജരി ആലപ്പെട്ട പിതാവിനെ അങ്ങയുടെ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങേ ആത്മാവിന്റെ അഭിഷേകവും ധാരാളമായി നൽകുന്നു. സെപ്റ്റംബർ 27 നടക്കുന്ന ഉത്തരാഭിഷേക പദ്ധതിയും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവയെല്ലാം അനുഗ്രഹപ്രദമാകുവാൻ സഹായിക്കണമേ. അതേവ സന്തോഷത്തോടെ തനിക്കുള്ളതും തന്നെ തന്നെയും ദൈവമക്കൾക്കായി ചെലവഴിക്കുവാൻ പിതാവിനെ അനുഗ്രഹിക്കണമേ. തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തോടെ നിർവഹിക്കുവാൻ അദ്ദേഹത്തെ സഹായിക്കണമേ. ഞങ്ങളുടെ യുവതിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നാഥാതിരുകൾ സമർപ്പിക്കുന്നു. ഇതിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരായി നീക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്തുതി. പരിശുദ്ധമെഴുതിരുന്നാളിന്റെ ഇപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ പറയുകയാണ്. എല്ലാവരും ബഹുമാനപ്പെട്ട രാജു മിസ്റ്റേച്ചിനും ബഹുമാനപ്പെട്ട സ്റ്റാലിനും ജോലി ചക്കാൻസിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ട് അന്വേഷിക്കുകയാണ്. നമ്മുടെ ഈ വർഷം സെയിൽസിനെ സ്പോൺസർ ചെയ്ത് നമുക്ക് നൽകിയിരിക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ കല്യാൺ ഫാമിലി, സെൻറ്റ് അൽഫോൻസായുടെ ഡേമോൻ ജേക്കബ് ആൻഡ് ഫാമിലി, സെൻറ്റ് ജോസഫ് സൈഡിൻ ജോസഫ് ആൻഡ് ഫാമിലി, സെൻറ്റ് ജോർജ് സെബാസ്റ്റ്യൻ ജോർജൻ ഫാമിലി, സെൻറ്റ് എപ്രസിയ ബൈജി ജോസഫ് ആൻഡ് ഫാമിലി, സെൻറ്റ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ബെന്നി കോതമ്പ്രാൻ ഫാമിലി, ആൻഡ് ബ്ലെസ്ഡ് മദർ തെരേസ ജെറിക്സ് ജോൺ ആൻഡ് ഫാമിലി. ദൈവം നന്ദി അർപ്പിക്കുകയാണ്. ഈ വർഷം നമ്മൾ കോളേജ് ഗ്രാജുവേറ്റ് ചെയ്ത അവരെ റെക്കഗ്നീഷൻ ചെയ്യുന്നുണ്ട്. ഈ വർഷം നമുക്കുള്ളത് സബീന മണലേനാണ്. സബീന മണലേനെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഒരു നേതാവ് സബീന മണലേന് പ്രത്യേകം ഗിഫ്റ്റ് നൽകുന്നതാണ്. പ്ലീസ് കം. സബീന ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ വർക്കിലാണ്. ഡോക്ടർ ഓഫ് കുഞ്ഞിച്ചൻ ആൻഡ് സിസ്റ്റർ മണലേനാണ്. പ്ലീസ് കം. ജെയിംസിനെ I'll make it short. I know it's been very long. I'm standing here representing 19 parents. So I just want to take this opportunity to thank Almighty God for giving us these wonderful children to take care of them. That they have blessed us, and we are fortunate to have them as our children. Our Almighty has given us this opportunity. I thank God for completing the sacrament of initiation. 3 sacraments we are completing today. I thank His Excellency, our dear Bishop Martin Pangadia, for gracing us with His presence. In spite of his hectic schedule, he just came back from Kerala. He has graced us with His presence here from yesterday. I thank His Excellency for being with us. Every day He thinks of us, and His presence is always a blessing for us. I thank our dear Father, Father Joshi. You know how we have slept last few days and last few weeks, but in spite of that, He has coordinated and given us direction for making this function grand success and memorable one. I thank all of you. I thank the Parish Council, thank the Sisters of Charity for being here with us, Father Raju, Father Joshi, Father Viju, Father Joy Chakian, and the Parish Council members, the teachers who have prepared the children, the parents who have coordinated and helped us to make this a memorable event. Last but not the least, the children themselves.
who have been so much help in all this. Thank the choir members. Thank Bridget for making the last song, the children's song, memorable one. And thank you everyone of you. Just want to say one word before I go. There is a song by the children, choreographed by Bridget. For the children should come. And one more thing, there will be a photograph for each of the child with the celebrants after this. So please stay on. Thank you. Please come, George Jerkel, Chairman of Construction Committee. അഭിവന്യ പിതാവ് ജോയിയച്ച, രാജുവച്ച, ബിജുവച്ച, ജോഷിയച്ച, ഞാൻ ഇവിടെ നിൽക്കുന്നത് ബിൽഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാൻ എന്ന ഒരു പേരിലാണ്. നന്ദി പറയുക അല്ലെങ്കിൽ എല്ലാവരെയും ക്ഷണിക്കുക, എല്ലാവരോടും നന്ദി പറയുക എന്നൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അത് ട്രസ്റ്റിക്ക് കൈമാറിയിരിക്കുകയാണ്. കാരണം പേര് പറഞ്ഞൊരു അർത്ഥമുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എന്നിരുന്നാലും ഈ പള്ളി പണിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് റിഫ്ലക്ഷൻസ് ഇവിടെ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പള്ളി പണിയിൽ ഏറ്റവും നന്നായി അല്ലെങ്കിൽ ഏറ്റവും കാര്യമായി സഹകരിച്ച ഓരോരുത്തരും ആണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കയറി നിൽക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ്. മാത്രവുമല്ല, നമ്മൾ എവിടെയെങ്കിലും ഒരു കൂട്ടത്തല്ലോ അല്ലെങ്കിൽ കലാപോ എന്തെങ്കിലും ഉണ്ടായാൽ അതിൽ കാണാൻ അല്ലെങ്കിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളെ പിടിച്ച് നിർത്തുന്നത് പോലെ ഞാനിവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രധാന പ്രതികളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പ്രധാന പണി ചെയ്തവരൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പണിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുകയാണ്. അതായത് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ഞായറാഴ്ച കോൺട്രാക്ടേഴ്സ് പറഞ്ഞു അവർ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ വരും. ഉച്ചയ്ക്ക് വന്നാൽ ഈ ബെഞ്ചെല്ലാം മാറ്റിയിടും. അതുകൊണ്ട് നമ്മൾ ഹാളൊക്കെ ഒഴിഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓണം എല്ലാം പെട്ടെന്ന് തീർത്ത് എല്ലാവരും പറഞ്ഞു വിട്ടു. 1.5, 2, 3 കോൺട്രാക്ടേഴ്സ് ആരും ഇവിടെ വന്നില്ല. പിറ്റേ ദിവസം രാവിലെ വിവരം പുള്ളി പറഞ്ഞ ആളെ കിട്ടിയില്ല, പണിയാൻ ആളെ കിട്ടിയില്ല, അതുകൊണ്ട് വരാൻ പറ്റിയില്ല, ഈ ബെഞ്ചൊന്നും അങ്ങോട്ട് മാറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജെക്സ് ഇങ്ങനെ പറഞ്ഞു, സൈജൻ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് കൊണ്ടുവന്ന് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും ജോലിയിലിരിക്കുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് കുറേ ആൾക്കാരെ കൊടുക്കാം, ആരെങ്കിലും 2 പണിക്കാരെ വിളിച്ചോ. 2 പണിക്കാരെ വിളിച്ച് കോൺട്രാക്ടറെ വിളിച്ച് ചോദിച്ചു, ആട്ടെ ഞങ്ങൾ 2 പണിക്കാരെ കിട്ടാമല്ലോ. അപ്പോൾ ഇനി മീൻ വായി പണിക്കാരെ വിളിച്ച് ചോദിച്ചു, ആരും വരാൻ, എല്ലാവരും 14 മണിക്കൂർ 16 മണിക്കൂർ പണിയുന്ന ആൾക്കാരാണോ, അവർക്കൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം വെള്ളിയാഴ്ച തീരുമോ അല്ലെങ്കിൽ ശനിയാഴ്ച തീരുമോ എന്ന് കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞു, ഇറ്റ് ഷുഡ് ബി എ മിറക്കിൾ. ഒരു മിറക്കിൾ സംഭവിച്ചാൽ അത് തീരും എന്ന് പറഞ്ഞു. ആ മിറക്കിൾ സംഭവിക്കാൻ എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ഹാളിൽ കിടക്കുന്ന ഈ ബെഞ്ചുകളെല്ലാം ഇന്ന് വൈകിട്ട് മാറ്റി തരുവാണെങ്കിൽ പണി മിക്കവാറും തീരും. അപ്പോൾ അന്ന് മുതലേ അപ്പോൾ തന്നെ സർജൻ ടെക്സ്റ്റ് ഇമെയിൽ അയച്ചു. ആദ്യം ഒരാൾ വന്നു, രണ്ടാമത് ഈ ഇടവകയിൽ പോലും അല്ലാത്ത ഒരാൾ വന്നു. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ നിന്ന് 3 മണിയായപ്പോൾ അവസാനം 3 മണിക്ക് 4 പേര് വരും എന്നായി. അവസാനം വന്നപ്പോൾ 6 മണിക്ക് 10 പേര് വരും എന്നായി. പക്ഷേ ഈ 6 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ പലരും 6, 7 ആയി വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒരു ബെഞ്ചുമില്ല, എല്ലാ ബെഞ്ചും അപ്പുറം പോയി. എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്, സൈജനയച്ച ഇമെയിലിൽ നല്ല തെറ്റും ഉണ്ടായിരുന്നു, ഒരു ചെറിയ സംശയമുണ്ട്. കാരണം നല്ല ശക്തിയുള്ള ആൾക്കാർ വരണം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും അന്തോണി ത്രേസ്യാമ്മ ചേച്ചി, പാർപ്പതിയായിട്ടുള്ള മേരി ചേച്ചി, അവരൊക്കെയാണ്. അവരും ബാക്കി എല്ലാവരും, ഞാൻ 2 ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം എല്ലാവരും അവരെ ഓരോ ദിവസവും അവരുടെ വോളണ്ടിയർമാർക്ക് വരുമ്പോൾ അവരെ ബീറ്റ് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും എനിക്ക് സാധിച്ചില്ല. എല്ലാ ദിവസവും വരുമ്പോൾ അവർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ സഹകരണം മറ്റ് പല കാര്യങ്ങളിലും ഉണ്ടായി. ഇവിടെ പള്ളിക്ക് റൂഫ് പൊക്കി പണിയണം എന്നായിരുന്നു ആഗ്രഹം. അവസാനം പള്ളിയുടെ റൂഫ് പൊക്കണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര അസംതൃപ്തിയായിരുന്നു. എന്നിരുന്നാലും പിറ്റേ ദിവസം മുതൽ ഓരോരുത്തരും വന്ന് ഒരേ കമൻ്റൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പൊക്കം കുറഞ്ഞാൽ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതിനാണ് പൊക്കം ഇല്ലാതെ ഭയങ്കര പൊക്കമാണല്ലോ എന്ന് പറഞ്ഞു. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഈ പൊക്കമില്ലായ്മയാണ് ഞങ്ങളുടെ പൊക്കം, ഒരു കുഴപ്പമില്ല, നമ്മൾ കൈ വെക്കും
വേറൊരാൾ ഇത് എന്നാ പരിപാടിയാണ് പള്ളി പൊക്കാത്ത എന്ന് ചോദിച്ചാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ പുറത്ത് നിന്ന് ഭയങ്കര പണി പണിയുന്നു. അപ്പോൾ അങ്ങനെ പല പല രീതിയിലും നിങ്ങളുടെ അതിയായ സഹകരണം ഇതിന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ആ സഹകരണത്തിന് എല്ലാവരും നന്ദി പറയുന്നു. രണ്ടാമത്തെ ഒരു പ്രധാന ഫാക്ടർ, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞില്ല എന്നുള്ളൂ, എല്ലാ വോളണ്ടിയേഴ്സിനും നന്ദി പറയുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാന ഫാക്ടർ, നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ച ഒരു പിതാവും പുത്രനുമാണ്. നമ്മളിവിടെ പള്ളി പണിയാനായിട്ട് ഒരു ആർക്കിടെക്ചറൽ റെൻഡറിങ് അൺവെയിൽ ചെയ്യാനായിട്ട് പിതാവിവിടെ വന്നു. പിതാവിവിടെ വന്നിട്ട് അന്നൊരു ഓഡിറ്റിന്റെ ഭാഗമായിട്ടാണ് വന്നത്. അന്ന് ഇവിടെ വന്ന് എല്ലാ ആൾക്കാരെയും, എല്ലാ കാരീസും ടീച്ചേഴ്സിനെയും മെമ്പേഴ്സിനെയും പിള്ളേരെയും എല്ലാവരെയും കണ്ടിട്ട് വളരെ വളരെ തളർന്ന് വൈകിട്ട് ഡിന്നർ കഴിക്കാൻ നേരത്തെ പിതാവിനോട് പറഞ്ഞു നമുക്ക് ഒരു ചെറിയ പ്രേരണയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു വളരെ നല്ല കാര്യം ചെയ്ത് പള്ളി പണിയുന്ന നല്ല കാര്യം ചെയ്തിരിക്കുന്നതല്ലേ, ഒരു മുഴുവൻ പ്രേരണ തെളിയിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ നമ്മുടെ പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പിതാവുണ്ട്. അതുപോലെ തന്നെ പള്ളിക്ക് വേണ്ടിയിട്ട് ഉപവാസം അനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു പുത്രനും ഇവിടെയുണ്ട്, നമ്മുടെ വികാരിയച്ഛൻ. അപ്പോൾ അങ്ങനെ ഭയങ്കരമായ പ്രാർത്ഥന സഹായം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ജോഷ്യത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയാൻ ഒരു റിഫ്ലക്ഷനോടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറി കുർബാന ചെല്ലാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം അവിടെ കസേരകളൊക്കെ ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസമാണ് അന്നൊരു കൊന്തയുണ്ടായിരുന്നു, നമസ്കാരം ഉണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ മുക്കുത്താൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും കസേരയിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് നാട്ടിലെ പോലെ അച്ഛന്മാരൊക്കെ അവിടെ ഒരു സൈഡിൽ ഒരു വലിയ കസേരയിൽ, രാജാവിൻ്റെ കസേര പോലെ ഒരു കസേരയിൽ അച്ഛനും പോയി ഇരിക്കുമായിരിക്കും, എല്ലാവരും ഇരുന്ന് കൊന്തയിലും എന്ന് ഓർത്തു. എല്ലാ ഭക്തജനങ്ങളും കസേരയിൽ ഇരുന്നു. ജോഷിയച്ഛൻ ആദ്യം മുതൽ അവസാനം വരെ അവിടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കരമായ ഒരു പ്രാർത്ഥനയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ കാര്യത്തിൽ ഞാൻ പ്രാർത്ഥന മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ ആയിട്ടിരിക്കുന്ന സീലിംഗ് ടൈലുകൾ പലതും അച്ഛൻ ഏണിയിൽ കയറി നിന്ന് ഇട്ട സീലിംഗ് ടൈലുകളാണ്. കോൺട്രാക്ടർമാർ പോയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ പിതാവ് ജോഷിയത്തിന് ഒരു പഴയ പള്ളി ഉള്ളിടത്തേക്ക് വിടാൻ ഉടനെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനായാലും കുഴപ്പമില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ജോഷിയത്തിന് പുതിയ പള്ളി ഉള്ളിടത്തേക്ക് വിടരുത്. കാരണം ചിലപ്പം അതും പൊളിച്ചു പറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് ഇനിയും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിനേക്കാളെല്ലാം നമ്മുടെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പള്ളി എന്ന് പറയുന്ന പ്രോഗ്രാം അച്ഛൻ പറഞ്ഞതുപോലെ മാതാവ് ആണ് പണിയിച്ചത്, അല്ലെങ്കിൽ മാതാവാണ് പണിയിക്കുന്നത്. 8 ആഴ്ചയിലെ ജോലി 4 ആഴ്ച കൊണ്ട് തീർക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാണ് കോൺട്രാക്ടർ വന്നത്. നമ്മൾ കുറേ കോൺട്രാക്ടർമാരെയൊക്കെ കണ്ടു. അതിൽ നിന്ന് ലൈസൻസും ഇൻഷുറൻസും എല്ലാം നോക്കി അവസാനം ഒരു കോൺട്രാക്ടറെ രണ്ടാമത് വിളിച്ചു, ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അയാൾക്ക് കോൺട്രാക്ട് കൊടുത്തേക്കാം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോൾ ഓഗസ്റ്റ് 11-ാം തീയതി വൈകിട്ട് ഭയങ്കരമായ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ജോഷിയത്തിന് വൈകിട്ട് ഒരു ഹൗസ് ബ്ലെസ്സിംഗ് ഉണ്ടായിരുന്നു. ജോഷിയത്തിന് കൂടി ഇറങ്ങി പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാതെ അച്ഛൻ തിരിച്ചു പോന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 12-ാം തീയതി രാവിലെ അച്ഛൻ ബ്ലസ് ചെയ്യാനായിട്ട് പോയി. 12-ാം തീയതി രാവിലെ കോൺട്രാക്ടർക്ക് അന്ന് പണിയൊന്നും തുടങ്ങിയിട്ടില്ല, കോൺട്രാക്ടർ കൊടുക്കാമെന്ന് വാക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ. പുള്ളിക്ക് അന്ന് പണിയണം എന്ന് ഒരു സൗകര്യമുണ്ടായി, പണിയാനുള്ള സൗകര്യമുണ്ടായി. എല്ലാവരെയും വിളിച്ചു, ജെറിക്സിനെ വിളിച്ചു, എന്നെ വിളിച്ചു. ഞങ്ങൾ ആരും ഫോൺ എടുത്തില്ല. ജോഷിയച്ഛനെ പലവണ വിളിച്ചു, ജെറിക്സ് പലവണ ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചു. ആരും ഫോൺ എടുത്തില്ല. കോൺട്രാക്ടർ 2 കൽപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ ഒരാളുണ്ടായിരുന്നു, മാതാവുണ്ടായിരുന്നു. പള്ളി തുറന്ന് കിടന്നിരുന്നു. അയാൾ കയറി സാധനമെല്ലാം വെച്ച് പണിയും തുടങ്ങി. നമ്മുടെ പണി അവസാനിച്ചു. എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, we did it, you did it, keep it up, and we are on track, and we are on the right track, and we will finish the project. Thank you.
Thank you, George Churchill. Please come silent for ഒരു 2 മിനിറ്റ് കൂടി നിങ്ങളുടെ ഞാൻ കാണാറുകയാണ്. ഇവിടെ വലിയ പ്രസംഗത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. കാരണം പ്രസംഗമല്ല, പ്രവൃത്തിയാണ് ഏറ്റവും വലുതെന്നാണ്. പ്രവൃത്തി എന്താണ് എനിക്ക് പ്രസംഗിക്കാനുള്ളതെന്ന് ഇവിടെ നിങ്ങൾ കാണാം. അപ്പോൾ അത് പ്രസംഗത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ആദ്യം പിതാവെ ടച്ചും അതെ പ്രസംഗങ്ങൾക്ക് മുമ്പ് നമ്മളിതൊന്ന് പുതുക്കി പണിയാമെന്ന് തീരുമാനിച്ചു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും മാറിപ്പോയി, നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അവസാനം അത് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു അവസരത്തിനാണ് നമ്മൾ പണി തുടങ്ങുന്നത്. എന്തായാലും നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റി എന്ന് പൂർണ്ണമായിട്ടും പറ്റിയില്ല. പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗം പണിതു അടുത്ത ഒരു ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി അടുത്ത് ഹോൾ പണിയും ഫ്രണ്ടിൽ ഉള്ള എലവേഷൻ പണിയും. എന്തായാലും നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ ഒരു പെർമിറ്റ് കിട്ടാൻ വേണ്ടി, പെർമിറ്റ് കിട്ടിയതിന് ശേഷം പ്ലാനെല്ലാം റെഡിയായിട്ട് നമ്മൾ ചിക്കാഗോയിൽ ചെന്ന് പിതാവിനെ കണ്ടു. അതിലൂടെ തന്നെ ഒരു പെർമിഷൻ മേടിക്കാനായിട്ട് നമ്മളവിടെ ചെന്നു. അന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റും തീരുമാനിച്ചു. സെപ്റ്റംബർ 13, 2014. പക്ഷേ അന്ന് തന്നെ പിതാവിനെ കൊണ്ട് നമ്മൾ ആ ഡേറ്റും കുറിച്ച് വെച്ചു. പള്ളി പണിതാലും പണിതില്ലെങ്കിലും അന്ന് തന്നെ ഉദ്ഘാടനം എന്ന് തീരുമാനിച്ചു. എന്തായാലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ പള്ളി പണി ഇവിടെ ഇന്ന് പൂർത്തിയാക്കാൻ സാധിച്ചത്. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഒരു കടമ എല്ലാവർക്കും ഒരു നന്ദി പറയുക, നന്ദിയുടെ 2 വാക്ക് പറയുക എന്നുള്ളതാണ്. നമ്മുടെ പിതാവ് ഇവിടെ വന്നു. പള്ളി പണി തീർന്നിട്ടില്ല എന്ന് നമ്മൾ അറിയിച്ചെങ്കിലും പിതാവ് പറഞ്ഞു ഞാൻ എന്തായാലും വരും. അപ്പോൾ നമ്മളുള്ള സ്നേഹം കൊണ്ടും നമ്മളുള്ള വാത്സല്യം കൊണ്ടും പിതാവ് ഇവിടെ എത്തുകയും നമുക്ക് വേണ്ടി ഇവിടെ ഈ പള്ളി ബ്ലസ് ചെയ്യുകയും ചെയ്തു. ബഹുമാനപ്പെട്ട പിതാവിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും പാരിഷ് കൗൺസിലിൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് മറ്റ് അച്ഛന്മാരിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ജോർജേട്ടനെ പറ്റി ഞാൻ പറയാനിരുന്ന കാര്യങ്ങളെല്ലാം ജോർജേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ എല്ലാ പണികൾക്കും നേതൃത്വം നൽകിയത് മുന്നിട്ടിറങ്ങിയെന്ന് പണിതും ജോർജേട്ടനാണ്. അച്ഛന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച ജോർജനാഥ് പറഞ്ഞൊരു മിറക്കിൾ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് പള്ളി ഇവിടെ ഉദ്ഘാടനം ബ്ലസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ മൺഡേ, ഈ ലാസ്റ്റ് മൺഡേ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ മാനേജർ പറഞ്ഞത്. പക്ഷേ ആ മിറക്കിൾ സംഭവിച്ചു. അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഞങ്ങളന്ന് ഇമെയിൽ അയച്ചു, ടെക്സ്റ്റ് അയച്ചു. പക്ഷേ ഈ ഒരാഴ്ച മിക്കവാറും ദിവസങ്ങളിൽ 2 മണി വരെ, രാത്രി 2 മണി വരെ 3 മണി വരെ ഒന്ന് വർക്ക് ചെയ്തിട്ടാണ് ഈ പള്ളി ഇത്രയും പെട്ടെന്ന് ഇന്ന് തീർക്കാൻ പറ്റിയത്. ഇന്ന് 3 മണിക്ക് 10 മിനിറ്റ് മുമ്പാണ് ഇതിന് കാർപ്പറ്റ് വരെ ചെയ്ത് തീർത്തത്. പൂർണ്ണമായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് നമ്മൾ തീർക്കും. ഈ ദിവസങ്ങളിലൂടെ നമ്മൾ സഹകരിച്ച എല്ലാ വോളണ്ടിയേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. എന്നാലും 2 പേരുടെ പേരുകൾ എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റുകയില്ല. ഒന്ന് ടിജി, 2 ജെറിക്സ്. ടിജിയുടെ ഡിസൈനാണ് നമ്മുടെ ഈ അൾത്താര. ഇത് പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്തിട്ടില്ല. ടിജി വളരെ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയാണ് ഈ ഡിസൈൻ ചെയ്യാനും പല ആർട്ട് വർക്കുകൾ ചെയ്യാനും എല്ലാം. ടിജിയോടൊപ്പം തന്നെ വന്ന ജെറിക്സാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തു. ഇതെല്ലാം 2 പേരെയും പ്രത്യേകം നന്ദി പറയുകയാണ്. മറ്റ് നമ്മളിവിടെ കയറി വന്നപ്പോൾ നിങ്ങളൊരു പാട്ട് കേട്ട് 2 പ്രാവശ്യം നമ്മളിവിടെ പാടി. നമ്മുടെ പള്ളിയെക്കുറിച്ചുള്ളൊരു ഗാനം നമ്മുടെ അന്തോണി ചായനാണ് ആ പാട്ട് എഴുതിയത്. അതുപോലെ തന്നെ ജോർജനും കൂടി അത് സംഗീതം നൽകി പാടി നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. നമ്മുടെ പള്ളിയുടെ ബ്ലെസ്സിങ്ങിൻ്റെ അന്ന് നമ്മുടെ പള്ളിയെ കുറിച്ച് നമ്മുടെ ഇടവക്കാരൻ തന്നെ ഒരു പാട്ട് എഴുതി സംഗീതം നൽകി ഇവിടെ പാടുക എന്നുള്ളത്. അത് വളരെ ഞങ്ങളത് പറഞ്ഞ് സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് വളരെ നന്നായിട്ട് പാട്ട് എഴുതി നന്നായിട്ട് പാടി അവതരിപ്പിച്ചു. വലിയ ഓർമ്മൽ കുടുംബത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ആരെയും പറ്റുന്നില്ല. ഇവിടെ വന്നിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Saidi. Please come, Sabina.
ഒരു പ്രത്യേക കാര്യം അറിയിക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുക. ഏതിൻ്റെ കുട്ടികളിലെ ഗ്രൂപ്പായിട്ടും അതിക്കേട്ടിട്ട് ഫോട്ടോകളെന്നറിയാം. മറ്റൊന്നുമല്ല, നമ്മുടെ ജനുവരിയിലെ ഒരു കൊച്ചു മിത്രാനെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രാർത്ഥിച്ച് മിത്രാഭിഷേകം നടന്നു ഒരുങ്ങുകയാണ്. മിത്രാഭിഷേകം സെപ്റ്റംബർ 27-ാം തീയതിയാണ്, ശനിയാഴ്ച രാവിലെ 9 മണിക്ക് അർപ്പിക്കുന്നു. ലോകാരായങ്ങളെല്ലാം അവരെ അതിലേക്ക് പ്രത്യേകിച്ച് ഇരിക്കുകയാണ്. നമ്മുടെ വിവരിക്കിട്ടിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ആലപ്പുഴ. അതുകൊണ്ട് പിതാവിൻ്റെ അനുഗ്രഹീതമായ അഭിഷേകത്തെ സംബന്ധിക്കുന്ന ക്ഷണിക്കുന്നു. എല്ലാവരെയും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് ഒരുക്കുവാനായിട്ട് മുഴുവനും അതിന് വലിയൊരു അനുഗ്രഹത്തിന് ഒരുക്കുവാനായിട്ട് നിങ്ങളെ തുടർന്നുള്ള പ്രാർത്ഥനയും സാന്നിധ്യവും സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിച്ചു. Remains
തിരുഹിതം നിൻഹിതം തിരുഹിതം അനുഗ്രഹം വർഷിതം അനുഗ്രഹം വർഷിതം ചൊരിയണമെന്നിൽ വരദാനമെന്നും ചൊരിയണമെന്നിൽ വരദാനമെന്നും നിൻഹിതം